ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ സ്ട്രോബെറിയിലാണെങ്കിൽ കാകളെല്ലാം നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. കുറച്ചൊക്കെ അങ്ങ് പോയെന്ന് തോന്നുന്നു. കാരണം ഏതാണ്ടൊക്കെ കടിച്ച് കിളി ഏതാണ്ട് കഴിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സ്ട്രോബെറിക്കകത്തുനിന്ന് ഇത്രയും സ്ട്രോബെറി നമുക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോയ്ക്കകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ചെറിയതായിട്ട് ഉണ്ടാകുന്നേ ഉള്ളതെന്ന് തോന്നുന്നു. അതോ എനിക്കറിയില്ല, കാരണം തണ്ടൊക്കെ അതിൻ്റെ പഴുത്തായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചത് റെഡിയായി കാണുമായിരിക്കുമെന്ന്. നോക്കട്ടെ അകത്തോട്ടുണ്ടോയെന്ന്. കണ്ടോ, നമ്മുടെ റാസ്ബെറി ആണെങ്കിലും ഇപ്പം നല്ല പഴുത്ത് നിൽപ്പുണ്ട്. അതും നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ റാസ്ബെറി. നമ്മളാണ് ഇങ്ങനെയൊക്കെ നട്ടിട്ടേ ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കണ്ടോ, ഇത്രയും കിട്ടി. ഇത് മതി നമുക്ക്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറിയിലുണ്ടായ സ്ട്രോബെറി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചിലപ്പം പുളിയാകാം, ചിലപ്പം മധുരമാകാം. നോക്കട്ടെ. ചെറിയ പുളിയുണ്ട്, ചെറിയ മധുരമുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. റാസ്ബെറിയാണ്. ഇതും നമ്മുടെ നാട്ടിലെ മൽബറി പോലൊക്കെ ഇരിക്കും. വലിയ കുഴപ്പമില്ല.